ശേഷം പ്രവാചകൻ വീട്ടിലേക്ക് എത്തിയപ്പോൾ ചോദിക്കുകയുണ്ടായി, ഇവിടെ ആരെങ്കിലും വന്നിട്ട് പോയോ എന്ന്. അപ്പൊ അവിടുത്തെ സഹാബാക്കൾ പറഞ്ഞു, ഇവിടെ ഉവൈസിൽ ഖർനി എന്നൊരു സഹോദരൻ ഇവിടെ വന്നിട്ട് പോയി എന്നുള്ളൊരു കാര്യം. ഇതറിഞ്ഞ ഉടനെ പ്രവാചകൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മാതാവിനോടുള്ള കടമയാണ് അവിടെ വീട്ടിയത്. എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനാണ് ഉവൈസിൽ ഖർനി. ഒരു സഹാബികളെ പോലും നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യനെ പറ്റിയാണ് പ്രവാചകൻ പറയുന്നത്. നിങ്ങൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ദുആ ചെയ്യണേ എന്ന് കൽപ്പിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇതിലൂടെ മനസ്സിലാകുന്നത്, വർഷങ്ങൾ കൊണ്ട് ഉവൈസിൽ ഖർനി റഹിമഹുല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു എന്നതിലുപരി ഉവൈസിൽ ഖർനി റഹിമഹുല്ല ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുത്തത് തന്റെ മാതാവിനായിരുന്നു. നമുക്കറിയാം, നമുക്കുമുണ്ട് ഉമ്മമാരും നമുക്കുമുണ്ട് ഉപ്പമാരും. അവരോട് നമ്മൾ ഏത് രീതിയിലാണ് പെരുമാറുന്നത്? അവരാണ് നമ്മളെ വളർത്തിയത്, അവരാണ് നമ്മളെ ലാളിച്ചത്. അവർ പഠിപ്പിച്ചു തന്ന വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ അവരുടെ മനസ്സിനെ കുത്തി നോവിപ്പിക്കുന്നത് പോലും എന്നുള്ള കാര്യം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ പറയുന്നുണ്ട്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരുടെ അടുക്കൽ ഉഫ്, അതായത് ചേ എന്നൊരു വാക്ക് പോലും പറയല്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കലാമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നിന്ന് തന്നെ അതിനുള്ള ശിക്ഷ നമുക്ക് തരും എന്നാണ്. ഒരു കാര്യം ഓർക്കണം, നമ്മൾ അവരോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തന്നെ ആയിരിക്കും നാളെ നമ്മൾ ലാളിച്ചു വളർത്തുന്ന നമ്മുടെ മക്കൾ നമ്മളോട് കാണിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും അവരെ ഒരുപാട് സ്നേഹിക്കാനും ബഹുമാനിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ ബർസഖിയായ ജീവിതം ഖൈറിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ.